ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഗുണ്ടായുടെ ടി വി കിട്ടിയിട്ടുണ്ട്. ഗുണ്ടായിയോ? അതെന്നാ പേരാ? അതെന്നാ ഹുണ്ടായി. പേരാന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഹുണ്ടായി. ഇംഗ്ലീഷിൽ അവന്മാരെപ്പോഴും പരസ്യം ചെയ്യുന്നില്ലേ? ഹണ്ടായി എന്നാ പറയുന്നത്. ഹണ്ടായി. എന്നേലും ആട്ടെ. കൊറിയൻ പേരിൽ ഹണ്ടായി എന്ന് പറയും. ഹണ്ടായി, ഹുണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ സ്ക്രൂ അഴിച്ചു. സ്ക്രൂ അത്യാവശ്യം പെട്ടെന്നെല്ലാം അഴിച്ചു. പാനൽ പോയതാണ്. ഞങ്ങൾ പാനൽ ശരിയാക്കാൻ പോവാണ്. നിന്നെ കൊണ്ടാണ് ഞാൻ പാനൽ ശരിയാക്കിക്കാൻ പോകുന്നത്. നിനക്ക് റിപ്പയറിങ് അറിയാവുമെന്നാണ് ചില ചേട്ടന്മാർ കമൻറ്റ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് റിപ്പയറിങ് അറിയാവുന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ സ്ക്രൂ എല്ലാം അയച്ചു. കവർ എല്ലാ സ്ക്രൂവും പോന്നു നോക്കട്ടെ. എല്ലാ സ്ക്രൂവും പോന്നിട്ടുണ്ട്. ഇന്നോലക്സിൻ്റെ പാനലാണ്. ഇന്നോലക്സിൻ്റെ സിംഗിൾ സ്കോപ്പ് പാനലാണ് ഇതിനകത്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നോട്ടല്ലേ, ഈ ഫോണും കയ്യിലെടുക്കാം. അപ്പോൾ ഹുണ്ടായി ടി വി ആണ്. ഹുണ്ടായി. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊന്നും ഇതുവരെ പൊളിച്ചിട്ടില്ലാത്തതാണ്. സ്റ്റിക്കർ പൊളിക്കുന്നു. ഈ അടുത്ത ഹുണ്ടായി. ഇതിൻ്റെ ഇടയിൽ 3-4 ടി വി വന്നു. എവിടെയാണ് അതിൻ്റെ താമസം വരുന്നത്? ഹുണ്ടായി. ലോക്കാണ്. ഈ ലോക്കൊക്കെ ഇടുന്നതിലും നല്ല ഇതിനൊക്കെ 4 സ്ക്രൂ അങ്ങ് വെച്ച് കൊടുത്തേക്കുവാണേ. അത്ര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇപ്പോൾ എടുക്കണ്ട, പാനലെടുക്കാൻ പോവാം. കട്ട് ചെയ്തു. ഹലോ, എന്നാ ടി വിയാ? ആൾക്കാരുടെ ടി വി, അവരുടെ ടി വി ചെയ്യാൻ തന്നെ അവർ സമയം തരുന്നുണ്ട്. പിന്നെ അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം, ആവശ്യം കൊണ്ടായിരിക്കും. പക്ഷെ ഒരു ടി വി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ സമയവും ബുദ്ധിമുട്ടും ഉണ്ടെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഉണ്ടായി
3 സ്ട്രിപ്പാണ്. സ്ട്രിപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. 1 2 3 4 5 6 7 എണ്ണത്തിൻ്റെ സ്ട്രിപ്പ്. വെച്ചാൽ മതി. ചെക്കാർ എവിടെ? ചെക്കാർ ഒരു LED പോയി. ഇതേലും ഒരു LED പോയി. ശരിക്കും അപ്പം മാറുമ്പോൾ 3 എണ്ണം മാറണം. 7 LED. ഓക്കെ, എടുത്തത് മതി. വലിയ കുഴപ്പമില്ല. അല്ല പിന്നെ പോയാൽ അന്നേരം മേടിച്ചു വെക്കാം. തിരിച്ചു വിളിക്കുക. അത് പാട് കണ്ടോ? ഇത് കണ്ടോ? ഇതിൻ്റെ അകത്ത് പാട് കണ്ടോ? ഇതെങ്ങനെ കളയും? ഇത് അതെന്തോ കറ പോലെ വന്നതാണ്. നമുക്കൊരു ഇച്ചിരി വെള്ളം ഒന്ന് തുടച്ച് നോക്കിയാലോ? പക്ഷെ വേസ്റ്റ് എടുത്തോണ്ട് അത് ഈ ഫംഗലായിരിക്കുമേ, പൂപ്പൽ പോലെ. ഇല്ല, ആ സൈഡില്ല, ഇവിടെയല്ലേ ഉള്ളൂ. ചിലപ്പോൾ പോയാലോ? തുടച്ച് നോക്കട്ടെ. ആ, ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ആ പാടവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും ഓടിച്ചൊന്ന് തുടച്ച് വിടാം. ഈ സ്ക്രീനിൽ ഇങ്ങനെ വട്ടംവട്ടത്തിലൊരു പാട് വന്നിരിക്കുക. വട്ടംവട്ടത്തിൽ കണ്ടോ? അതെല്ലാം ചെളി കണ്ടോ? ചെളി എങ്ങനെ ഈ TV ക്കകത്ത് വരുന്നത് എനിക്കറിയത്തില്ല. ഫംഗസ് ആയിരിക്കും. ഇത് നമുക്ക് പിടിക്കുമോ? രോഗം പിടിക്കുമോ? ഫംഗസ്. കാരണം ഒരുവിധമൊക്കെ തുടച്ച് കളയാം. കുറേച്ചേ പോകുന്നുണ്ട്. ഒത്തിരി പാടങ്ങ് പോകുന്നുമില്ല. മുഴുവൻ പോകുന്നില്ല ചേച്ചി. ഇത് കണ്ടോ? കുറച്ച് പാടായിട്ട് നിൽപ്പുണ്ട്. എന്നാലും ഇത്രയും കളഞ്ഞു കഴിയുമ്പോൾ വിഷയം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തേരം ഉണ്ടായിരുന്നു, ഇച്ചിരിയല്ലേ ഉള്ളൂ, സാരമില്ല. ഏറ്റവും അടിയിൽ കിടന്ന ഭാഗത്താണ്
ഓക്കെ, 8 പടി. അതൊരു വലിയ ഇതേലുള്ള പാടാണ്. ഇവിടെയും പാടുണ്ട്. ഉണ്ടായി. സ്മാർട്ട് LED ഇതിൽ അപ്പടി കുത്തി വരച്ച് വെച്ചിരിക്കുക.
നല്ല സ്കൂട്ടറുകളല്ല. അത് കൂട്ടൊന്നും പറ്റിയല്ല, നല്ല സ്കൂട്ടറുകൾ. അതൊന്നും നീളമുള്ളതൊന്നും പറ്റിയല്ല. സ്പീക്കർ സ്പീക്കർ ആദ്യം എടുത്ത വീഡിയോ ഒന്ന് കാണിച്ച് ഇതെവിടെയൊക്കെയാണ് കുത്തിയിരുന്നത്. സ്മാർട്ട് ടി വിയാണ്. എവിടെയാ, അപ്പുറയാണോ ഇവിടെ? വട്ടം പോയിട്ട് ട്യൂബിൻ്റെ വട്ടമല്ലേ ഉള്ളൂ. സ്ട്രിപ്പ് ഒരെണ്ണം എടുത്തോയെ. വീതിയുള്ള ടൈപ്പ് ഇവിടെ ഇരിപ്പില്ലേ? ഇവിടെയൊക്കെ മെറ്റലാണ് വരുന്ന സ്ക്രൂ, മനസ്സിലാക്കി? പരന്ന സ്ക്രൂവാണ് മെറ്റലിൻ്റെ. അത് നോക്കി നമ്മൾ ഇടണം. ഇവിടെ 1, 2, 4 എണ്ണം മെറ്റൽ സ്ക്രൂവാണ്. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇത് മെറ്റലാണ്. ഒരു വേറൊരു ഇച്ചിരി വലിയ സ്കൂട്ടറാണ്, വലിയ തലയുള്ളത്, നീളം കുറഞ്ഞത്.                                                                                                                                                                                        അതിൻ്റെ ലൈറ്റ് കത്തി നിൽക്കുന്നത്.
എന്തുമാത്രം സ്ക്രൂ വന്നതിന്. നിർത്തിയാലേ ഈ സ്ക്രൂ ഇടുന്ന തന്നെ വീഡിയോ എടുക്കാനാ. ഇപ്പം ധൃതിയാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങ് ചെയ്തേച്ച്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ വിളിക്കുമായിരിക്കും. ബൾബിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബൾബ പുതിയത് അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. അതുകൊണ്ടാണ് ഫുള്ള് അങ്ങ് മാറിയേക്കുന്നത്. അപ്പം നമുക്കിനിയിപ്പോൾ ഉണ്ടെന്ന് ഞാൻ ഓർത്തു. ഉണ്ടായിരുന്നു 3 എണ്ണം ഒരു പോരെണ്ണം കത്തിച്ചപ്പോൾ ഒരു ബൾബ് വരെ ഒരു മങ്ങൽ. അപ്പോൾ അത് ഇടുന്നതിലും നല്ലത് ഇതേ കിടന്നു കൊണ്ടെന്നല്ല. അതുകൊണ്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 3 എണ്ണം മാറാം. ഇതാ സ്ട്രിപ്പ്, ഇത് കണ്ടോ, ഞാൻ സാമ്പിൾ എടുത്തുകൊണ്ട് വന്നാൽ മേടിച്ച് വെച്ചേക്കാം. ഇത് തന്നെയാണ് മറ്റേ ഇവരുടെ എന്നാ ഇത് കൊണ്ടായി. വേറെ ഏതിൻ്റെ ആരും പേര് ഡയനോരായ്ക്ക് സെയിം തന്നെ. അങ്ങനെ വൈറ്റ് മാർട്ട്, ഡയനോര എല്ലാം കുഴപ്പമില്ല കേട്ടോ. 3 LED ഒക്കെ അകത്തുണ്ട്. പാനൽ ഇന്നോലെക്സിൻ്റെ പാനലാണ് കിടക്കുന്നത്. അതും വലിയ കുഴപ്പമില്ലാത്ത പാനലാണ്. അത്ര കുറ്റം പറയാനൊന്നുമില്ല. സ്മാർട്ട് TV ആണ്. അപ്പോൾ ഇതാണ് സംഭവം. അവർ പുതിയത് തരുന്നില്ലെങ്കിൽ നമുക്ക് അവനെ പഠിക്കാം. ഞങ്ങളും 5 മണി വരെ പണിയുന്ന ആൾക്കാരെ മടുത്തി. ചേട്ടൻ്റെ ശല്യം കാരണം ഞാനിരുന്ന് പണിതാണ്. ചാകാറായി. രാവിലെ 8 മണി, രാവിലെ 7 മണിക്ക് എന്നാ വടക്കം പരവൂരുന്ന അതിൻ്റെ കൊണ്ടല്ല ഒരിക്കലും കാണുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ക്രിയേറ്റീവിൻ്റെ ഒരു ഹോം തിയേറ്റർ മാത്രമേ ഇതുപോലെ ട്രാൻസ്ഫോമർ വെച്ച് സപ്ലൈ വരുന്നുള്ളൂ. ബാക്കി എല്ലാം DC ഔട്ട്പുട്ടാണ് വരുന്നത്. ഇത് DC അല്ല, AC ഔട്ട്പുട്ടാണ്. ഇതറിയാതെ എന്തെങ്കിലും ചെയ്ത് അത് ഞാൻ അഴിച്ച് നോക്കിയത്. 3 ലൈൻ AC ഔട്ട്പുട്ടാണ്. ഒരു സെൻറ്റർ 0, ഒരു സൈഡിൽ പറ്റും. 18-0-18 അഡാപ്റ്റർ കിട്ടണം, ട്രാൻസ്ഫോമർ കിട്ടണം. അത് കുറവാണ്. കേട്ടോ, അത് വെച്ചാലും മതി. 18-0-18. ഇത് 18-0 തന്നെ 18 ആണോ? അകത്ത് ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇവർ സപ്ലൈ ഇത് കിടപ്പുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ ശനാശരിച്ചില്ല, അത് മേടിച്ചങ്ങ് ഉപയോഗിച്ചാൽ മതി. അതിനായിട്ടൊരു മെനക്കറണ്ട, വേറെ ഒരു സാധനവും കൊടുക്കണ്ട. അതാ ഞാൻ അഴിച്ചു നോക്കി. നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ട്രാൻസ്ഫോമർ പോകുന്നതിൻ്റെ കാര്യം നമുക്ക് 240 എന്ന് പറഞ്ഞാൽ 250 വോൾട്ട് നമ്മുടെ ലൈനിലുണ്ട്. ചിലപ്പോൾ എല്ലാം കയറി വരും. കയറി വരുന്ന പറഞ്ഞാൽ ഞങ്ങളിവിടെ മീറ്റർ വെച്ചിട്ടുണ്ട്. മീറ്റർ വെക്കുമ്പോൾ ചിലപ്പോൾ 270, 290, 300 വരും ചിലപ്പോൾ. അന്നേരം ഞാൻ KSB വിളിക്കും, സാറേ ലൈനിൽ വോൾട്ടേജ് കൂടുതലാണ്, കത്തിപ്പോകും ട്രാൻസ്ഫോമർ. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും കത്തിപ്പോവാം. ഭയങ്കര രസമല്ലേ, ഭയങ്കര ബുദ്ധിപരമായ തലയും പരിപാടിയൊക്കെ. സ്മാർട്ട് LED TV